അങ്ങാടിപ്പുറം പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ CPM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തേക്ക് എത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജനവിശ്വാസമുള്ള ഒരു ഭരണസമിതിക്ക്, തീർച്ചയായും ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സംസ്ഥാനത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. ആ രീതിയിൽ ഇവിടെ എല്ലാ മേഖലയിലും വികസനം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ആ രീതിയിലുള്ള ഒരു ഭരണസമിതിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ ഞങ്ങളൊക്കെ തന്നെ പത്രത്തിലൊക്കെ പോയി കാണുന്ന പത്രസമ്മേളനങ്ങൾ കാണുന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല. ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. ഒരു സ്ത്രീ എങ്ങനെ അപമാനിക്കാമോ? മുസ്ലിം ലീഗ് ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടത്? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയും കാണാനില്ല, ഒരു മീറ്റിംഗിൽ കാണാനില്ല, ഒരു പത്രസമ്മേളനത്തിൽ കാണാനില്ല, അവർ പത്രക്കാരോട് പറയുന്നതിൽ കാണാനില്ല. പഞ്ചായത്തെ ന്യായീകരിക്കാൻ അവർ കഴിയുന്നില്ല. അവരെ ഒരു നോക്കുകുത്തിയായിരിക്കുന്നു. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നവരാണ് ഇവിടുത്തെ ലീഗ് നേതാക്കന്മാർ. ഈ UDFന്റെ കുത്തഴിഞ്ഞ ഭരണം അവസാനിപ്പിക്കണം. മറ്റൊന്നെന്താ? ഇവിടുത്തെ ജീവനക്കാർ ആരാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വരാൻ തയ്യാറാവുന്നത്? അവർ നമ്മളെ പാർട്ടിയെ കുറ്റം പറയണം. CPM ആണ് ഉത്തരവാദി, ഗവൺമെന്റ് തരുന്നത്. അതല്ല, അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിന് കിട്ടിയ ജീവൻ കൊണ്ട് ഓടുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. ഇവരുടെ ഈ ദുർഭരണത്തിന് ഇരയാകാൻ നിൽക്കാൻ കഴിയില്ല. അവരുടെ സർവീസ് കരിയറിനെ ബാധിക്കും, അത് പെൻഷനെ ബാധിക്കും. ഈ കോൺട്രാക്ടർ ഭരണം ഇവരെ ഞെട്ടിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരെ. അതിലെ വീഡിയോ ഓഡിയോ പുറത്തു വന്നല്ലോ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ KT നാരായണൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് TK റഷീദ് അലി, P പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദിലീപ് എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A ഹരി സ്വാഗതവും സജി കക്കറ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ.